കുറെ ദിവസമായിട്ട് ഇങ്ങനെ എൽ പി യു പിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത്. എൽ പി യു പിക്കാർക്കായിട്ട് ഒരു സെഷൻ വെക്കുവോ, എൽ പി യു പിക്കാർക്കായിട്ട് ഒരു സെഷൻ വെക്കുവോ, അല്ലെങ്കിൽ ഞങ്ങൾ ടെൻഷൻ അടിച്ച് ചാവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ ഓരോ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ആകെ 2 മാസമേ ഉള്ളൂ, എന്താ ചെയ്യണ്ടേ എന്നുള്ള, ഭക്ഷണം പോലും ഇറങ്ങുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പഠിക്കുന്നുണ്ടോ? അത് പഴയ പോലെ തന്നെ നടക്കുന്നുള്ളൂ. പക്ഷെ പുതിയ കുറെ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പഠനം മാത്രം എന്ത് ചെയ്യുന്നില്ല, നേരാവണ്ണം നടക്കുന്നില്ല. ബാക്കി ടെൻഷൻ അടിക്കലും ഉറക്കമില്ലായ്മയും എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. നേരെ തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്, അല്ലെ? നേരെ തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്. അതായത് പഠനത്തിന്റെ വേഗത കൂടുകയും ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോ ഇന്ന് ടെസ്റ്റ് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വെച്ചാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽ പി യു പിക്കാർക്ക് വേണ്ടിയിട്ട് അൺഅക്കാഡമി എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ 8:20 വരെ, അതായത് ഇന്ന് മുതൽ ഓഗസ്റ്റ് 26 മുതൽ 20 ചോദ്യങ്ങൾ ഉണ്ടാവും. സൈക്കോളജി, പെഡഗോജി, SCERT, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇങ്ങനെ ഓരോരോ ഏരിയയിൽ നിന്നും 20 ചോദ്യങ്ങൾ ടെസ്റ്റ് സീരീസ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അളക്കാൻ പറ്റും. ഇത് ഫ്രീ ആണ്, പ്ലസ്സിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ. ഇത് ഫ്രീ ആണ്, പ്ലസ്സിലുള്ളവർക്ക് മാത്രമല്ല. രാത്രി 8 മണി മുതൽ 8:20 വരെയാണ് സമയം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് ആ സമയത്ത് മാത്രമാണോ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെയും കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. മലയാളത്തിലാവും, കാരണം എൽ പി യു പി പരീക്ഷ എന്ന് പറയുന്നത് മലയാളത്തിലാണ്. അപ്പൊ ഇന്ന് മുതലാണ്, ഏത് വരെയാ, അതായത് തിങ്കൾ മുതൽ ശനി വരെ. പിന്നെ നോർമലി നിങ്ങൾ സാധാരണ സീരിയലൊക്കെ ആകുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നാ പറയാ. ഇത് ഏത് വരെ ഉണ്ട്? ഇത് ശനി വരെ ഉണ്ട് കേട്ടോ. തിങ്കൾ മുതൽ ശനി വരെ ഏതുണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി എന്ത് ചെയ്യാം, 20 ചോദ്യങ്ങൾ നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വയം ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഡെയിലി 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അത് നോക്കാം. അപ്പൊ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എല്ലാ ദിവസവും ഉണ്ടാവും, ഓരോ ദിവസവും ഓരോരോ സബ്ജക്റ്റ് ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നോക്കാനുള്ളത് എൽ പി യു പിക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. കുറെ ആളുകൾക്ക് സംശയമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഞങ്ങൾ A to Z കാര്യങ്ങൾ, ആർട്ടിക്കിൾസ്, അമെന്റ്മെന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞ് വേറെ വേറെ പഠിക്കേണ്ടതുണ്ടോ? ഇന്ത്യ ചരിത്രം ഞങ്ങൾ വേറെ വേറെ പഠിക്കേണ്ടതുണ്ടോ? ലോക ഭൂമിശാസ്ത്രം വേറെ പഠിക്കേണ്ടതുണ്ടോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. കറണ്ട് അഫേഴ്സ് ഞങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം, എവിടുന്ന് മുതൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അവിടെയൊക്കെ അതിനുള്ള ഒരു മറുപടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു 20 മിനിറ്റേ ഉണ്ടാവുള്ളൂ. 1 മണിക്കൂറൊന്നും നീട്ടി വലിച്ചൊന്നും ഉണ്ടാവില്ല, ആകെ 20 മിനിറ്റേ സെഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതിനുള്ളിൽ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുകയും ചെയ്യും. എന്താണ് എൽ പി യു പി എന്നുള്ളതും, ഇനി എൽ പി യു പിയുടെ പരീക്ഷ എഴുതി തുടങ്ങണം എന്നുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, കഴിഞ്ഞ എൽ പി യു പിയുടെ 4 ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഒറ്റ PDF ആയിട്ട് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് തരാം, അതിലിട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനും പറ്റും. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യാം, എൽ പി യു പി ഒന്ന് തീരുമാനിക്കാം എന്നുള്ള ഒരു ലെവലിൽ എന്ത് ചെയ്യാം, അതും ചെയ്യാം. ഒറ്റ PDF 4 ക്വസ്റ്റ്യൻ പേപ്പർ, മുകളിലും താഴെയായിട്ട് ആൻസർ കീ ഉണ്ടാവും. കോഡ് നോക്കി നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാനത് മുമ്പ് എന്ത് ചെയ്താണ്, മുമ്പ് ചാനലിൽ ഇട്ടതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറല്ല, അതിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ തപ്പിയെടുക്കാനൊന്നും നിങ്ങൾക്ക് സമയം ഇല്ല. ആൾറെഡി അവിടെ കിടപ്പുണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൾറെഡി അവിടെ കിടപ്പുണ്ട്. പക്ഷെ കട്ട് ഓഫ് നിങ്ങൾക്ക് നോർമലി അറിയാലോ, കഴിഞ്ഞ കട്ട് ഓഫ് 41, 43, അത് ഓരോരോ ജില്ലയിലും വേറെ വേറെയാണ് കട്ട് ഓഫ്. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റേ പറഞ്ഞുതരാം, എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുന്ന ആളുകൾക്ക്. എൽ പി യു പിക്ക് ഇനി സമയം വളരെ കുറവാണ്. നവംബർ, ഇതിന് എൽ പി യു പിക്ക് പ്രിലിമിനറി ഒന്നുമില്ല. എൽ പി യു പിയുടെ ഡയറക്റ്റ് എക്സാമിന്റെ ഡേറ്റ് അല്ലേ വന്നത്. പിന്നെ ഇനി എൽ പി യു പിക്ക് പ്രിലി ഉണ്ടോ, എൽ പി യു പിക്ക് പ്രിലി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത്? എൽ പി യു പിയുടെ കലണ്ടർ അല്ലേ വന്നത്. നവംബർ 5-ാം തീയതി, നവംബർ 7-ാം തീയതി, നവംബർ 24-ാം തീയതി എന്ത് ചെയ്തു, പരീക്ഷയുടെ സിലബസും പരീക്ഷയും നടക്കും എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇനി അതിൽ പ്രിലി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല കേട്ടോ. അപ്പോ ഫസ്റ്റേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് ചെയ്യുക, 23-ാം തീയതി മുതൽ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ആണ്.
അത് കൊടുത്തിട്ടേ നിങ്ങൾക്ക് എന്തുള്ളൂ, പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ടേ പരാതി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, കൺഫർമേഷന്റെ മെസ്സേജ് വന്നിട്ടില്ല, കൺഫർമേഷന്റെ മെസ്സേജ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൺഫർമേഷൻ കൊടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എന്ത് കാണാനില്ല, കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജും ഇല്ല. അപ്പൊ ഞാൻ അക്ഷയയിൽ പോയി ചോദിച്ചപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, താങ്കൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ എഴുതാത്തത് കൊണ്ട് പ്രൊഫൈൽ എന്ത് ചെയ്തേക്കാണ്, ഡീബാർ ചെയ്തേക്കാണ്, അതുകൊണ്ട് താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫർമേഷൻ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മറുപടി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതാത്ത ഒരാളെയും PSC എന്ത് ചെയ്തിട്ടില്ല, ഒരാളെയും ഡീബാർ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ആ യൂസർ ID യും പാസ്വേഡും തരാൻ പറഞ്ഞു. യൂസർ ID യും പാസ്വേഡും തന്നപ്പോ അതിൽ ചെക്ക് ചെയ്തപ്പോ എന്ത് ചെയ്തിട്ടില്ല, LPUP എന്ന് പറയുന്ന ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടേ ഇല്ല. എല്ലാരും കൂടെ ഉത്സവം ആഘോഷിച്ചപ്പോ ഞാനും കൊടുത്തു എന്നുള്ളൊരു ധാരണയിൽ എന്ത് ചെയ്തു, അങ്ങോട്ട് ഇരുന്നു. ഇപ്പൊ എല്ലാരും കൂടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞ് ചാടി കയറി ഓപ്ഷൻ നോക്കിയപ്പോ പ്രൊഫൈലിൽ എന്തില്ല, അങ്ങനെ ഒരു കൺഫർമേഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്തിട്ടില്ല, LPUP കൊടുത്തു എന്നുള്ള ധാരണയിൽ അങ്ങനെ ഇരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പഠനമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, കൊടുത്തിട്ടില്ല. അപ്ലിക്കേഷൻസ് എന്നുള്ള ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ 2019 ആകെ കൊടുത്ത ഒരേ ഒരു പരീക്ഷ എന്ന് പറയുന്നത് LD ക്ലർക്കാണ്. ഇതുപോലെ കുറെ ആളുകളുണ്ട് നന്നായിട്ട് പഠിച്ച് ഈ 23-ാം തീയതി മുതൽ കൺഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് കൺഫർമേഷൻ ഒക്കെ അല്ലേ, അതൊക്കെ ലാസ്റ്റ് കൊടുക്കുക, ഒറ്റ ക്ലിക്കിന്റെ പണിയല്ലേ ഉള്ളൂ. പക്ഷെ അത് ഈ ഡേറ്റിനിടക്ക് ലാസ്റ്റ് സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലിക്കാൻ സമയം കിട്ടൂല, പ്ലിങ്കാനേ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി PSCക്ക് എന്തെങ്കിലും മെഡിക്കൽ ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യമേ ചെയ്തു വെക്കുക. അത് കൊടുക്കാത്ത കുറെ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ കൺഫർമേഷൻ സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോ അവിടെ രണ്ട് രീതിയിൽ കാണിക്കും. ഒന്ന് ഗ്രീൻ കളറിൽ കാണിക്കും, ഒന്ന് റെഡ് കളറിൽ കാണിക്കും. നിങ്ങൾക്ക് അതിന് സമയം ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ ഗ്രീൻ ആണോ റെഡ് ആണോ ഒന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല. കൊടുത്തു പോന്നു, ഞാനും കൺഫർമേഷൻ കൊടുത്തു. എങ്ങാനും നെറ്റ് ബ്രേക്ക് ആണെങ്കിൽ അവിടെ എന്താവും, ചിലപ്പോ കൺഫർമേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, യുവർ അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സെൻഡ് എന്ന് കാണിക്കും. ഒരു അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ പച്ച കളറിൽ ഒരു സാധനം കാണിക്കും അല്ലെ, അത് കണ്ടാലേ നമുക്ക് എന്തുള്ളൂ, അവിടെ നമ്മൾ അപ്ലിക്കേഷൻ സക്സസ് ആയിട്ടുള്ളൂ കേട്ടോ. ഫോണിലൊക്കെ കൊടുക്കാം. മൊബൈലിൽ മെസ്സേജ് വന്നാൽ ഓക്കെയാണ്. ഞാൻ പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും എന്ത് വരാറില്ല, മൊബൈലിൽ മെസ്സേജ് വരാറില്ല. എല്ലാവർക്കും എന്ത് ചെയ്യൂല, മൊബൈലിൽ മെസ്സേജ് വരാറില്ല. അത് പല ആപ്ലിക്കേഷനിലും കാണാറില്ല. അപ്പൊ മെസ്സേജ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മെസ്സേജ് വന്നോണം എന്നില്ല. കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് OTP കാര്യങ്ങളും ഉണ്ടെങ്കിൽ, കറക്റ്റ് ആണെങ്കിൽ, ഫോൺ നമ്പർ കൊടുത്തത് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ OTP കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ ആ കാര്യം എന്ത് ചെയ്തോളുക, കറക്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനിയോ, അപ്പൊ ആ കാര്യം കൺഫർമേഷൻ കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി സിലബസിലേക്കും പരീക്ഷ എഴുതാൻ കടന്നിട്ടും ഒക്കെ കാര്യമുള്ളൂ. അപ്പൊ ആ കാര്യം ആദ്യമേ ക്ലിയർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കേണ്ട, ആദ്യമേ കൺഫർമേഷൻ കൊടുത്തോളുക. ഇനി സിലബസിലേക്ക് കടക്കും മുമ്പ് സിലബസിനെ കുറിച്ച് ഓവറോൾ ഒരു ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്താണ്, ഒരു പ്രിലിമിനറി ടെസ്റ്റ് കഴിഞ്ഞു വന്ന ആളുകളാണ്. അതായത് കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു പ്രിലിമിനറി ടെസ്റ്റ് നിങ്ങൾ ആൾറെഡി ക്ലിയർ ചെയ്തവർ മാത്രമേ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ, പരീക്ഷയ്ക്ക് എഴുതാൻ പോകണുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എലിമിനേഷൻ റൗണ്ട് എന്ത് ചെയ്തതാണ്, നിങ്ങൾക്ക് ആൾറെഡി കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോർ എന്ന് പറയുന്നത് സയൻസ് ആണ്. സയൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. LPക്കാണെങ്കിൽ 20 സയൻസ്, UPക്കാണെങ്കിൽ 30 സയൻസ്. അതാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? LPക്ക് 20 സയൻസ് ആണെങ്കിൽ UPക്ക് 30 സയൻസ് ആണ്. ഈ 30 സയൻസ് എന്ന് പറയുന്ന മെയിൻലി ഏതാ, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ എന്ത് ചെയ്തോണം, വിത്ത് ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്ക്, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് വെച്ചിട്ട് കലക്കി കുടിച്ചോണം കേട്ടോ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ വിത്ത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ത് ചെയ്തോണം, അരച്ച് കലക്കി കുടിച്ചോണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ 30 മാർക്ക് മാക്സിമം കവർ ചെയ്യാം. ഇനിയോ 5ാം ക്ലാസ് മുതൽ
ഹാൻഡ് ബുക്ക് എല്ലാം എവിടെ കിടപ്പുണ്ട്? ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. എല്ലാ ക്ലാസിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്? ചാപ്റ്റർ വൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയോ അടുത്തെന്ന് പറയുന്നത് അപ്പൊ 30 മാർക്ക് സയൻസ് ആണ് ഇത്. 30ഉം 20ഉം LP ആണെങ്കിൽ 20, ഇവിടെ ആണെങ്കിൽ 30. നെക്സ്റ്റ് എന്ന് പറയുന്ന 20 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് സോഷ്യൽ സയൻസ്. അതും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്ത് ചെയ്യണം? സോഷ്യൽ സയൻസും അതേപോലെ എന്ത് ചെയ്യണം? ക്ലാസ് 3ഉം 4ഉം നോക്കണ്ട, അതിലൊന്നും എന്ത് ചെയ്യുന്നില്ല, കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോ സോഷ്യൽ സയൻസ് എന്ത് ചെയ്തോണം? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നന്നായിട്ട് കലക്കി കുടിച്ചോണം. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ UPക്കല്ലേ പഠിപ്പിക്കുന്നത്, UPക്ക് 7 കഴിഞ്ഞിട്ട് 8, 9, 10 ഒക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് സാധാരണ കുറെ ആൾക്കാർ മറുപടി അയച്ചാണ് ഇത്. കുറെ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത്, അതായത് ഞങ്ങള് 8, 9 ഒക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ഇതാണ് കഴിഞ്ഞ LPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ചോദ്യം: ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയം നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നവയിൽ ആരാണ്? ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? 1756 പ്രഷ്യ സാക്സിനെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം ഏതാണ്? അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരം ഏതാണ്? 1191 തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് ആരാണ്? ഇതൊന്നും നിങ്ങൾ 5, 6, 7 ക്ലാസ്സുകളിലെ സോഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. 8, 9, 10 ക്ലാസ്സുകളിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ഈ കോപ്പി അടിച്ചു വെച്ചേക്കുന്നത്. സപ്തവത്സര യുദ്ധം, കമ്പോള പരിഷ്കരണം, ഈ പറയുന്ന മുഹമ്മദ് ഗോറി, പൃഥ്വിരാജ് ചൗഹാൻ, ഇതെല്ലാം ഏതിനെ ബേസ് ചെയ്തിട്ടാ? എല്ലാം SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 8, 9, 10, 5, 6, 7 ഇത്രയും സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അവിടെ നിന്നാണ് എത്ര മാർക്ക് വരുന്നത്? 20 മാർക്ക് പ്ലസ് UPക്കാണെങ്കിൽ ഇവിടെ ടോട്ടൽ 40 GK വരുന്നു. LPക്കാണെങ്കിൽ ഇവിടെ 30 GK ആൻഡ് കറണ്ട് അഫേഴ്സ് വരുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഇവിടെ കറണ്ട് അഫേഴ്സിനെ തലകുത്തി മറിയാനൊന്നും നിൽക്കണ്ട. ഇവിടെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം 2, 3 ചോദ്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആകെ ചോദിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 2019 ജനുവരി മുതൽ 2020 ജൂൺ വരെ നിങ്ങൾ എന്ത് നോക്കിയിരിക്കണം? കറണ്ട് അഫേഴ്സ് നോക്കിയിരിക്കണം. പക്ഷേ കഴിഞ്ഞ 4 LP UPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മാക്സിമം 3ലും 4ലും ഒതുങ്ങി പോകുന്നതും അതിലുള്ള ചോദ്യങ്ങൾ തന്നെ 2016 ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടുന്ന രാജ്യങ്ങളിൽ പെടാത്തത് ഏത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയോടൊപ്പം മിസൈൽ പരീക്ഷിച്ച രാജ്യങ്ങളിൽ പെടുന്നവ ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും കിട്ടാത്ത തരത്തിലുള്ള കറണ്ട് അഫേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്, അവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയോ ഹാൻഡ് ബുക്കിന്റെ പ്രാധാന്യം അല്ല ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. സയൻസും സോഷ്യലും വിത്ത് ഹാൻഡ് ബുക്ക് പഠിക്കണം, അരച്ച് കലക്കി കുടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഹാൻഡ് ബുക്ക് എന്തിനാ? ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ പേജുകൾ ഓരോന്നായിട്ട് നമുക്ക് കോളം കൊടുക്കാറില്ലേ? കോളം കൊടുത്തിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുക, ടേബിൾ നോക്കി പട്ടികപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചോദ്യങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? താഴെ കൊടുത്തിരിക്കുന്ന ഒരു സൈഡിലെ നിറം നോക്കി അവ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓരോ ഭാഗങ്ങൾ വിട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുട്ടിയോട് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ കണ്ടെത്തേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ VOന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. VOന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോണ്ടൂർ രേഖകൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു, കോണ്ടൂർ രേഖകൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ടെക്സ്റ്റിൽ ഇല്ല. അത് എവിടെ കൊടുത്തിട്ടുള്ളൂ? അത് ഹാൻഡ് ബുക്കിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഹാൻഡ് ബുക്കിൽ നോക്കിയാലേ ആ വക കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സോഷ്യലും സയൻസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ LP UPക്ക് എത്ര കവർ ചെയ്തു? മിനിമം എത്ര മാർക്ക് കവർ ചെയ്തു? 40ഉം 50ഉം മാർക്ക് കവർ ചെയ്തു. അതായത് ടോട്ടലി 50ഉം 60ഉം ആണ് വരുന്നത്. പക്ഷെ മിനിമം നിങ്ങൾ എത്ര കവർ ചെയ്തു? 40ഉം 50ഉം കവർ ചെയ്തു. LP UPക്ക് ആണെങ്കിൽ 40ഉം 50ഉം ഏത് നോക്കുമ്പോഴത്തേക്ക് കവർ ചെയ്തു? സോഷ്യലും സയൻസും നോക്കുമ്പോഴത്തേക്ക് കവർ ചെയ്തു. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് 20 മാർക്ക് എന്ന് പറയുന്നത് സൈക്കോളജി, പെഡഗോജി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സൈക്കോളജി, പെഡഗോജി നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 12 മാർക്ക് നിങ്ങൾക്ക്
അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ്. 12 മാർക്കോളം മിനിമം ആണ് ഞാൻ പറയുന്നത് അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇത് തിയറിയാണ്. ഇത് തിയറി ആവുമ്പോൾ അങ്ങനത്തെ ഒരു 8 ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ പ്രതീക്ഷിക്കണം. അതേപോലെ തന്നെ ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികച്ച പ്രവർത്തനം പുലർത്താൻ കഴിയും. ഇതൊക്കെ എന്താ നോർമലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട്. കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏത്? അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. പ്രാക്ടീസ് ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം, LP UPക്ക് പഠിക്കുന്ന ആളുകൾ സൈക്കോളജി തിയററ്റിക്കൽ ആയിട്ട് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ LP UP പരീക്ഷ പോയി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ തോന്നും എന്ത്, 4ഉം ശരിയാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് മാത്രമായിരിക്കും ആൻസർ. നമ്മളിങ്ങനെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ എന്താ ഇതെന്താ പറ്റില്ലേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പഠന രീതി അല്ലാത്തത് ഏത്? അപ്പൊ അവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? കണ്ടു പഠിക്കൽ, കേട്ട് പഠിക്കൽ, ചെയ്തു പഠിക്കൽ, ഉരുവിട്ട് പഠിക്കൽ. അവിടെ ഉത്തരം ഏതാ? അവിടെ ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പഠന രീതി അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒറ്റ ഉത്തരേ ഉള്ളൂ. അതേതാ? ഉരുവിട്ട് പഠിക്കൽ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് പിന്നെന്താ, നമ്മളൊക്കെ എന്താ ഉരുവിട്ട് പഠിക്കുന്നില്ലേ? ഉരുവിടാതെ നമ്മൾ പഠിക്കുന്ന, ഉരുട്ടിയിട്ടാണോ പഠിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവിടെ എന്തേ ഉത്തരവുള്ളൂ? അവിടെ PSCക്ക് പഠിക്കാൻ വേണ്ടി ഒരു മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. അത് ഇന്നത്തെ പാഠ്യ രീതിക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല എന്ത്, ഉരുവിട്ട് പഠിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ലെവലിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ആണ്. അവിടെ നോർമലായിട്ട് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ 8ന്റെ പണി കിട്ടും, ഉറപ്പാണ്. നമ്മളിങ്ങനെ നോക്കിയിട്ടേ, നമ്മൾ തിയറി ഒക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യാൻ നമ്മൾ ഉഷാറാണല്ലോ. അതുകൊണ്ട് ആ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇല്ലാത്തടത്തൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാം കയറിയിട്ട് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. കുട്ടിയുടെ കാര്യം ചിന്തിക്കേണ്ടടുത്ത് നമ്മൾ ആരുടെ കാര്യം ചിന്തിക്കും? ടീച്ചറുടെ കാര്യം ചിന്തിക്കും. ചോദ്യം ആ രീതിയിലാ തരാം. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എന്ത് ചെയ്തോണം, അത് ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വീക്ക്നെസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഏകദേശം എത്ര മാർക്കായി? നമ്മളവിടെ 40ഉം 50ഉം എന്ന് പറഞ്ഞു. അതിലേക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, സൈക്കോളജി പെഡഗോജി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പാർട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 60ഉം ഇവിടെ നമുക്ക് 70ഉം എന്നുള്ള റേഞ്ചായി. പിന്നെ എന്തേ വരുന്നുള്ളൂ, പിന്നെ ഇംഗ്ലീഷും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ. ആ ഭാഗത്തിലാണെങ്കിൽ UPക്ക് 10 മാത്സ്, UPക്ക് 10 ഇംഗ്ലീഷ്. പക്ഷെ LPക്ക് ഏത് വരുന്നില്ല, LPക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. അവിടെ 20 മാത്സ്, 20 പെഡഗോജി, അത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 60 GK പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ അവിടെ 30ഉം എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യും, അവിടെ വരും കേട്ടോ. 30ഉം എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യും, അവിടെ സോഷ്യൽ സയൻസും കൂടെ എന്ത് ചെയ്യും, അവിടെ കയറി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, ഫാക്ട്സ് അബൌട്ട് വേൾഡ് ഹിസ്റ്ററി, ഫാക്ട്സ് അബൌട്ട് വേൾഡ് ജോഗ്രഫി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ സംഭവങ്ങൾ നിങ്ങൾ ആദ്യം ഏതിൽ ഉൾക്കൊണ്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഉൾക്കൊണ്ട് പഠിക്കുക. കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഭരണഘടന നിർമ്മാണം, അതേപോലെ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭ, രാജ്യസഭ, ഇതെല്ലാം എവിടെ വരുന്നുണ്ട്? ഇതെല്ലാം നിങ്ങൾക്ക് ആൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് സോഷ്യൽ കംപ്ലീറ്റ് ചെയ്യുക, സയൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 50 മാർക്കിന് ഉള്ളിലേക്കുള്ളതായി. ഇംഗ്ലീഷും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ കടന്നു, ലിസ്റ്റിൽ പെട്ട് കടന്നു. പിന്നെ ബാക്കി സമയം ഉണ്ടാവുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ബാക്കി കാര്യങ്ങൾ എനിക്ക് നോക്കേണ്ടതുണ്ട്, കേരളത്തെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ എനിക്ക് നോക്കേണ്ടതുണ്ട്, ഇന്ത്യയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ എനിക്ക് നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പുറത്തേക്ക് കടന്നാൽ മതി. മനസ്സിലായല്ലോ? കാരണം നിങ്ങൾക്ക് കോർ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസും ആണ് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലെസ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്, നിങ്ങൾ 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഏത് വരുന്നുണ്ട്, കേരള നവോത്ഥാനം എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ, ഇങ്ങനെ കുറെ ആളുകൾ വരുന്നുണ്ട്.
അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? റിനൈസൻസിന്റെ പ്രധാനപ്പെട്ട പകുതി ഭാഗം കവർ ചെയ്യും. റിനൈസൻസിന്റെ പ്രധാനപ്പെട്ട പകുതി ഭാഗം കവർ ചെയ്യും. ബാക്കി പകുതി ഭാഗം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഏത്? ഈ പറയുന്ന ഇവരെ കുറിച്ച് കുറച്ച് ഫാക്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തറവാക്കുക. അത് തറവാക്കിയതിനു ശേഷം അവരെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് റിനൈസൻസ് ഒരു 10-40 ആളുകളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? ഓടിച്ച് കവർ ചെയ്ത് പോകണം. പക്ഷെ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ മെയിൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യുക? മെയിൻ ആയിട്ട് നോക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ആളുകളെ കുറിച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ തുടക്കത്തിലെ എന്ത് ചെയ്യണ്ട? തുടക്കത്തിലെ നിങ്ങളെടുത്ത് ഞാൻ ആദ്യം കേരള ഫാക്ട്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ ആദ്യം ഇന്ത്യ ഫാക്ട്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ, ആ രീതിയിലുള്ള പഠനം നിങ്ങൾ ഏതിന് വേണ്ട? ആ രീതിയിലുള്ള പഠനം LPUPക്ക് വേണ്ട. LPUPക്ക് നിങ്ങൾക്ക് കോർ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസും തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 20 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? 20 മാർക്ക് സൈക്കോളജി പെഡഗോജി. ഈ 20 മാർക്ക് സൈക്കോളജി പെഡഗോജി നിങ്ങൾ ഈ 2 മാസവും നന്നായിട്ട് ഒരു ദിവസം ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും വെച്ച് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറുമ്പോഴത്തേക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് അഭിക്ഷമത, അഭിഭാവം, അഭിപ്രേരണ, അഭിരുചി എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴത്തേക്ക് അഭി മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. അഭി മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ പറയുന്ന സാധനങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യൂല? നിങ്ങളുടെ മൈൻഡിൽ നിൽക്കൂല. നിങ്ങളാണെങ്കിലോ ഇതിന്റെ കൂടെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? അഭിക്ഷമത, അയ്യോ ആറ്റിറ്റ്യൂഡ് ആണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇത് കുറെ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നുള്ള ലെവലിൽ മാത്രമേ നിങ്ങൾ ഓർക്കുള്ളൂ. രണ്ടും കൂടെ എന്ത് ചെയ്യരുത്? രണ്ടും കൂടെ പഠിച്ചതിന്റെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. പിന്നെ എന്ത് ചെയ്യുക? കറക്റ്റ് ഒരു തവണ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? പിന്നെ അത് മാറ്റി മറിക്കുന്ന രീതിയിൽ പല പുസ്തകങ്ങൾ എടുത്തിട്ട് ചിലതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അഭിരുചിക്ക് കൊണ്ടുപോയിട്ട് ബ്രാക്കറ്റിൽ ആറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടാവും, ചിലത് ആപ്റ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത് ആദ്യം ഉറപ്പിക്കുക. അപ്പൊ ഒരു തവണ മൈൻഡിൽ ഉറപ്പിച്ചിടുക. പിന്നെ അത് മാറാൻ എന്ത് ചെയ്യരുത്? പലതും എടുത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യരുത്? അത് മാറരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ IT ഒന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ഇല്ലാത്ത സബ്ജക്റ്റുകൾ നിങ്ങൾ വേണോ എന്ന് ചോദിക്കുന്നത്? കഴിഞ്ഞ LPUPക്ക് ഏതിലെങ്കിലും IT എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? എവിടെ ഇല്ലല്ലോ. നിങ്ങൾക്ക് നോർമലി TTC എന്ന് പറയുന്ന ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്, TTC എന്ന് പറയുന്ന കോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ സിലബസും നിങ്ങളുടെ പരീക്ഷ എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഉള്ളതൊന്നും പോരാ, ഇനിയിപ്പോ IT ഒക്കെ വേണം. ഇതൊന്നും ഈ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത്? IT വേണം, ബാക്കിയുള്ള ഈ പറയുന്ന ഇന്ത്യയുടെ പഴയ കാര്യങ്ങളും എല്ലാം വേണം. സിലബസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. സിലബസിൽ IT കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ ഒരു LPUP പരീക്ഷയ്ക്ക് എന്ത് ചോദിച്ചിട്ടുമില്ല, IT ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ഉള്ളതിലേക്ക് ഞാൻ ഉള്ളത് ആദ്യം പറഞ്ഞിരുന്നുണ്ടല്ലോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കോർ ഏതാണ്? സോഷ്യൽ സയൻസ്, പിന്നെയോ കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യുക? ലാസ്റ്റ് നോക്കിയാൽ മതി. ഏത് മുതൽ? 2019 ജനുവരി മുതൽ 2020 ജൂൺ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറണ്ട് അഫേഴ്സ് ലാസ്റ്റിലേക്ക് നോക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതില് ഫസ്റ്റ് മുതലേ കെട്ടിമറിഞ്ഞിട്ട് നിങ്ങൾക്ക് ആകെ 2-3 മാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോ സോഷ്യൽ സയൻസും മാത്രം പഠിച്ചിട്ടൊക്കെ LPUP ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ലെവലിലൊക്കെ സംശയമുള്ള ആളുകൾ ഉണ്ടാവും. ആ സംശയമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഒന്ന് ഓടിച്ചു പോവാം. നിങ്ങൾ ആൻസർ ഒന്നും പറഞ്ഞു നോക്കണ്ട കേട്ടോ. ഏത് നദീതീരത്താണ് റോമാ നഗരം സ്ഥിതി ചെയ്യുന്നത്? പട്ടണം ഉത്ഖനനം നടന്നത്? സീമ എന്നറിയപ്പെടുന്നത്? ആനന്ദ മഹാസഭ? ഏതിനു പകരമുള്ള പുതിയ സംവിധാനമാണ് നീതി ആയോഗ്? 5 ക്വസ്റ്റ്യനും ഏതിൽ നിന്നാ? സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാ. പിന്നെയോ ആദ്യ സ്ലൈഡിൽ കണ്ട 5ഉം സോഷ്യൽ സയൻസ്. സ്വദേശാഭിമാനി പത്രം. ഡയറ്റ് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? ഷോളയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ ഏതാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഒക്കെ ഏതാ? എല്ലാം ഏതാ? എല്ലാം സോഷ്യലാണ്. ഇനിയോ ക്ലോർ ആൽക്കലി ആങ്സ്ട്രം മെഷീൻ, പോസിറ്റീവ് ചാർജ്, പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത്? നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർക്കൽ എല്ലാം എന്താ? സയൻസ്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കാ. എക്സ്റേ
പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്നത് ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായ ഏത് വസ്തുവാണ്? മോണോസൈറ്റ്, മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. എല്ലാം എന്താ? എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് സയൻസാ. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? സെന്റിഗ്രേഡും ഫാരൻഹീറ്റും കടൽ വെള്ളത്തിന്റെ pH, ലോഹദ്യുതിയുള്ള അലോഹം, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. എല്ലാം എന്താ? സയൻസ് ആണ്. വീണ്ടും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ്, കാന്തശക്തിയുടെ യൂണിറ്റ്, വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ, ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി, ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്നത്. SCRT സയൻസ് ആണ്. ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ്, ധാന്യകം ഏത് രൂപത്തിൽ? ബീജമൂലത്തിന്റെയും ബീജശീർഷത്തിന്റെയും അഗ്രഭാഗത്ത്. സാർക്കോ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത്? എല്ലാം എന്താ? എല്ലാം SCRT സയൻസ് ആണ്. ക്ലോറോഫില് കോശശ്വസനം, PPLO എന്ന ഏകകോശ ജീവി, പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി, അൽക്കാഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? അതായത് നമ്മൾ കണ്ടു 11 മുതൽ 40 വരെ ഏത് വന്നു? 11 മുതൽ 40 വരെ 30 സയൻസ് കയറി വന്നു. വീണ്ടും എവിടേക്ക് കടക്കുന്നു? മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം, ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം, പർവ്വതത്തെ പറ്റി അറിയാൻ താഴെ പറയുന്നതിൽ ഏത് പഠനശാഖയാണ്? ഇതൊക്കെ എന്താ? വീണ്ടും സോഷ്യലിലേക്ക്, നിങ്ങൾ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. പിന്നെ ഹിമാലയ പർവ്വതം ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇത് നമ്മൾ രേഖീയ മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പഠിക്കുന്നില്ലേ? മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നു? താഴെ പറയുന്നതിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് ശിലാമണ്ഡലം? എല്ലാ ശിലകളും താഴെ പറയുന്നവയിൽ ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? ലോകമാന്യ എന്ന ബഹുമതി, ബുർബൺ രാജവംശം ഏത് രാജ്യത്താണ്? ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ്, ജ്ഞാനോദയ ചിന്ത, സപ്തവത്സര യുദ്ധം, അലാവുദ്ദീൻ ഖിൽജി, തറൈൻ യുദ്ധം ഒക്കെ ഏതാ? കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ, പഴന്തമിഴ് പാട്ടുകൾ, മോഹൻജദാരോയിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? നോർമലി ഇപ്പോ ഉണ്ടായൊരു ഫീലിംഗ് ഞാൻ പറഞ്ഞുതരാം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സോഷ്യലും സയൻസും വായിച്ച ആളുകൾക്ക് മൈൻഡ് മൊത്തം ഇങ്ങനെ ഏത് ചാപ്റ്ററില എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? റീഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് അയ്യോ ഇതൊന്നും റാങ്ക് ഫയലൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഇനി ഞാൻ എവിടെ നോക്കിയിട്ട് പഠിക്കും എന്നുള്ള ലെവലിലേക്ക് തോന്നിയ ആളുകൾ ഉണ്ടാവും. അതായത് LP UP എന്ന് പറഞ്ഞിട്ട് ഇത്ര കട്ടിയുള്ള ഒരു സാധനം വെച്ചിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ആ സാധനം വെച്ചിട്ട് ഇരിക്കുന്നവർക്ക് തോന്നും ഇതൊക്കെ ഇനി ഏത് പേജിലാണോ കിടക്കുന്നത്, ഞാൻ ഇനി ഇതൊക്കെ എവിടെ നോക്കിയിട്ട് പഠിക്കണം എന്നുള്ളത്. എന്നാൽ അതിനെ കട്ട് ചെയ്ത് 5 മുതൽ 10 സോഷ്യൽ സയൻസിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സയൻസും സോഷ്യലും ക്ലിയർ ചെയ്താൽ ഈ 60 ചോദ്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കറണ്ട് അഫയർ കണ്ടോ? ഈ 60 ചോദ്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കറണ്ട് അഫയർ കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കത്തിലേ പറഞ്ഞത് കറണ്ട് അഫയറിൽ നിങ്ങൾ തലകുത്തി മറിയണ്ട, നിങ്ങൾ നോക്കിക്കോ, ലാസ്റ്റ് നോക്കിക്കോ. കാരണം UPയുടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട് UPയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കറണ്ട് അഫയർ നോക്കണ്ടെന്ന് ഞാൻ പറയില്ല. 2019 ജനുവരി മുതൽ 2020 ജൂൺ വരെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. പക്ഷെ അതിനേക്കാളൊക്കെ നിങ്ങൾക്ക് കോർ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസും ആണ് കോർ എന്നുള്ളത്. അത് പ്രത്യേകിച്ച് എന്ത് ചെയ്തോണം? അത് പ്രത്യേകിച്ച് അവിടെ ഓർത്തിരിക്കണം. ഇനി സൈക്കോളജി എന്ന് പറയുന്നത് പിന്നെ 20 മാർക്കാണ്. അതിൽ സ്ഥിരം ചോദ്യങ്ങളാണ് ഈ പറയുന്ന പഠന വൈകല്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾ കോർ സബ്ജക്റ്റുകൾ നോക്കുക. അല്ലാതെ നമ്മൾ നോർമലി സൈക്കോളജി പഠിക്കുമ്പോൾ, നിങ്ങൾ TTC ഒക്കെ പഠിക്കുമ്പോൾ സൈക്കോളജി എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കോളജിനെ ഇങ്ങനെ പതുക്കെ ആനയിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് സൈക്കോളജിയുടെ വേർഷൻസ്, അപ്ലിക്കേഷൻ സൈക്കോളജി, ജനറൽ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു പതുക്കുള്ള ഒരു വരവുണ്ടല്ലോ, അതിന് ഇനി നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്ക് ഇനി എന്തിനേ സമയമുള്ളൂ? ആ തിയറീസ് കറക്റ്റ് ആയിട്ട് നോക്കുക, അപ്ലിക്കേഷൻ ലെവൽ നോക്കുക, പെഡഗോജിയിൽ വേണ്ട ഇവാലുവേഷനും അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസും എല്ലാ കാര്യങ്ങളും ചേർത്ത് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക?
പഠിക്കുക കേട്ടോ. അപ്പൊ അതിനുള്ള സമയമുള്ളൂ. ഈ പറയുന്ന പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, തൊണ്ടൈക്ക് ഇവരൊക്കെ ഉണ്ടല്ലോ, അവരും അതേപോലെ തന്നെ ഗാഗ്നെ, എബ്രഹാം മാസ്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അവരുടെയൊക്കെ തിയറീസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കുക. അവരുടെയൊക്കെ ഓരോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളില്ലേ. അപ്പൊ ഏറ്റവും കോർ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പഠിക്കുക കേട്ടോ. തിയറിക്ക് ഇമ്പോർട്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 8 മാർക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യും, തിയറി ചോദിക്കും. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അവിടെ തിയറിയാണ്. പിന്നെ അതേപോലെ തന്നെ ഡൈവേർജന്റ് തിങ്കിങ് എന്ത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ കറക്റ്റ് തിയറിയാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ അഭിക്ഷമത, ഇവിടെ കുറെ ആളുകൾക്ക് ഡൗട്ടാണ് ഇത് അഭിക്ഷമതയുടെ ആണോ അതോ അഭിരുചിയുടെ ഏതാണോ ഈ ഇംഗ്ലീഷ് വേർഡ് എന്നുള്ളതൊക്കെ. വേറെ ഇതിലൊക്കെയോ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുക, PSC ഡിപ്പെൻഡ് ചെയ്യുക. അഭിക്ഷമതയ്ക്കാണെന്ത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് കറക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യം എന്നുള്ളതിന് ഇൻട്രസ്റ്റ്, പിന്നെയോ അച്ചീവ്മെന്റ്, മനോഭാവം, ഇതിനൊക്കെ കറക്റ്റ് വേർഡ് ആര് തന്നിട്ടുണ്ട്, നമുക്ക് PSC തന്നിട്ടുണ്ട്. നമുക്ക് PSC ഡിപ്പെൻഡ് ചെയ്തിട്ട് അതേപോലെ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. പിന്നെയോ കേട്ടറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. കേട്ടറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷെ അത്രത്തോളം നമുക്ക് ഇല്ല. പക്ഷെ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് കിട്ടും, ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ കേട്ടറ്റും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒപ്പം CTET ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവിടെ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ. CTET അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. അതുകൊണ്ട് സൈക്കോളജിയാണ് കേട്ടിട്ട് നോക്കേണ്ടത് കേട്ടോ. സൈക്കോളജി, പെഡഗോജി, അതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇത്രയും പഠിക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രയാസമൊന്നും ഇല്ല. ഹാൻഡ് ബുക്ക് ഗൂഗിളിലുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഹാൻഡ് ബുക്ക്. ഇനി ഹാൻഡ് ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുമ്പത്തെ സോഷ്യലിന്റെയും സയൻസിന്റെയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതും പറ്റും കേട്ടോ. തൊട്ട് മുമ്പത്തെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നോക്കാം. ഇംഗ്ലീഷും മാത്സും ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷും മാത്സും നിങ്ങൾക്ക് അത്രത്തോളം എന്തല്ല. ഇവിടെ UP ആണെങ്കിൽ 10 വരുന്നുള്ളൂ. ആ ഒരു 10 എന്ത് തീരുമാനിക്കൂല, അവിടെ നിങ്ങൾക്ക് അവിടെ റാങ്ക് തീരുമാനിക്കുന്ന ലെവലിലേക്കല്ല. ഇവിടെ ഇംഗ്ലീഷ് 10 മാർക്ക്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഹാൻഡ് ബുക്കുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, 5ന്റെ സെർച്ച് ചെയ്യണ്ട, 6ന്റെ സെർച്ച് ചെയ്യണ്ട, 7ന്റെ സെർച്ച് ചെയ്യണ്ട. പക്ഷെ നിങ്ങൾക്ക് ഏത് സെർച്ച് ചെയ്യാം, 8, 9, 10 സെർച്ച് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, ഈ 5ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഹാൻഡ് ബുക്ക് പോലെ നമുക്ക് ഏത് തോന്നും, 9ഉം 10ഉം സോഷ്യൽ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും. മനസ്സിലായോ? 5ഉം 6ഉം 7ഉം ഹാൻഡ് ബുക്ക് കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ 5ാം ക്ലാസ്സിലെ നദീതട സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചതിന്റെ അഡീഷണൽ ഫാക്ട് ചേർത്തതാണ് ഇവിടെ 9ാം ക്ലാസ്സിലെ കാണുമ്പോൾ 9ലെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ അവിടെ വെങ്കല യുഗ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചവർക്ക് അറിയാൻ പറ്റും, ഇന്നവരെ തൊടാത്തവർക്കേ പ്രശ്നമുള്ളൂ. 5 മുതൽ 7 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ എന്ന് പറയുന്നത് 8, 9, 10 ക്ലാസ്സുകളിൽ കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾക്ക് അത്രത്തോളം വലിയൊരു പ്രശ്നം അവിടെ വരില്ല. ഇനിയോ, അപ്പൊ ആകെ 20 മാർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഈ പറയുന്ന പെഡഗോജി ആൻഡ് സൈക്കോളജി ചോദിക്കുന്നുള്ളൂ. അതും കവർ ചെയ്യുക, സോഷ്യൽ സയൻസ് കവർ ചെയ്യുക, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മെയിൻ ആയിട്ടുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഇവിടെ 20 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഏതിന് മാത്രമേ വരുന്നുള്ളൂ, LPക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ അത്ര വലിയ കടുകട്ടി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒന്നും അവിടെ പ്രതീക്ഷിക്കേണ്ട. ഇവിടെ നമുക്ക് 10 എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. LD ലെവലിലുള്ള ഇംഗ്ലീഷ് ആണ് എന്ത് ചെയ്യുന്നത്, LD ലെവലിലുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ലെവലിൽ തന്നെ നോക്കിയാൽ മതി. ആ സിമ്പിൾ ആയിട്ടുള്ള മാത്സും ഇംഗ്ലീഷും ആണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ അതുമേലൊന്നും നിങ്ങൾക്ക് വല്ലാണ്ട് പേടിക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ സയൻസും ഈ പറയുന്ന പെഡഗോജിയും സൈക്കോളജിയും ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് തന്നെ നോക്കാൻ പറ്റും. കറണ്ട് അഫേഴ്സും കോൺസ്റ്റിറ്റ്യൂഷനും ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയും ഫാക്ട്സ് അബൌട്ട് കേരളയൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി കേട്ടോ. അതിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഏതിന് കൊടുക്കുക, കേരളത്തിന് പ്രിഫറൻസ് കൊടുക്കുക. മനസ്സിലായതോ? അതായത് നമ്മളെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ നദികൾ, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ, കേരളത്തിലെ കായലുകൾ, കേരളത്തിന്റെ ആദ്യകാല ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുക്കുക, കേരളത്തിന് കൊടുക്കുക. കാരണം ആ ഭാഗത്താണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പിന്നീട് ചോദ്യം വരുന്നത്. ഇപ്പൊ പട്ടണം ഉദ്ഘാടനം നടന്ന ജില്ല, പിന്നെയോ
ഷോളയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ഇങ്ങനെ തൊട്ടടുത്ത വരുന്നത് ഏതാണ്? കേരളമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ആ ലെവലിലേക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത് കഴിഞ്ഞ ശേഷം ആദ്യം ഇറങ്ങുകയാണെങ്കിൽ ഏതിലേക്ക് ഇറങ്ങുക? കേരളത്തിലേക്ക് ഇറങ്ങുക. ഏകദേശം കാര്യങ്ങൾക്കൊക്കെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ ആ ഒരു വലിയ സംഭവം ആക്കിയിട്ട് ഇങ്ങനെ തള്ളി പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, LP-UP വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വന്നപ്പോ പോരട്ടെ പോരട്ടെ എന്നുള്ള ലെവലിൽ ബാക്കോട്ട് പോന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോ ഇങ്ങനെ വരുന്നു ഞാൻ പ്രതീക്ഷിച്ചോ? ആരാ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ കുറെ ആളുകൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് റാങ്ക് ഫയൽ വായിക്കാം, കുഴപ്പമില്ല. ഏത് വായിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ കോറ് ഞാൻ പറഞ്ഞു തന്നു. സോഷ്യൽ സയൻസും സയൻസും അത് നിങ്ങൾക്ക് എവിടെ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് റാങ്ക് ഫയൽ യൂസ് ചെയ്യാം, എന്തും യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം. വേൾഡ് ജോഗ്രഫി ഇമ്പോർട്ടന്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ടെക്സ്റ്റിലുള്ള വേൾഡ് ജോഗ്രഫിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ടെക്സ്റ്റിലുള്ള വേൾഡ് ജോഗ്രഫി വൻകരകൾ, അതേപോലെ തന്നെ സമുദ്രങ്ങൾ, ഈ പറയുന്ന മേഘങ്ങൾ, സൗരയൂഥം, ഇതൊക്കെ എവിടെ വരുന്നുണ്ട്? ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലില്ലേ കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി മൂന്നും ടെക്സ്റ്റിലില്ലേ? ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി മൂന്നും ടെക്സ്റ്റിലില്ലേ? ഈ ടെക്സ്റ്റിലുള്ളതിന്റെ ഫാക്റ്റേ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ കേട്ടോ. പിന്നെ അതിന് നിങ്ങൾ ഇനി വേറെ വേൾഡ് ജോഗ്രഫി പഠിക്കണോ, ഇന്ത്യൻ എക്കണോമിക്സ് പഠിക്കണോ? ആൾറെഡി സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സിവിക്സ്, ഈ 5 സബ്ജക്ട് ഉൾക്കൊള്ളുന്നല്ലേ അല്ലെ? അതിൽ തന്നെ ഇന്ത്യൻ ഇക്കോണമി വരുന്നില്ലേ, പ്ലാനിംഗ് കമ്മീഷൻ വരുന്നുണ്ട്, നീതി ആയോഗ് വരുന്നുണ്ട്, പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ത്യയിലെ വ്യവസായശാലകൾ, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, ഇതൊക്കെ അതിൽ വരുന്നില്ലേ? ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്ക് നിങ്ങൾ. അവിടെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, വ്യവസായശാലകൾ എല്ലാം അവിടെ വരുന്നില്ലേ? ഇതിലും വലിയ ഇക്കണോമി നിങ്ങൾ എന്താ പഠിക്കുന്നത്? റിസർവ് ബാങ്കും അതിന്റെ ചുമതലകളും ബാങ്കുകളും വരുന്നില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് സബ്ജക്റ്റ് ആയിട്ട് തന്നെ വേണം. ഇന്ത്യൻ ഇക്കോണമി അത് വേറെ ഒരു PDF തരികയാണെങ്കിൽ അത്രയും നന്നായി. ഈ സോഷ്യൽ സയൻസ് എന്നുള്ള പേര് വിട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക എന്നാണ് കുറെ ആൾക്കാർ ചിന്തിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യം അത് തീർക്ക്. അതിൽ ഇന്ത്യൻ ഇക്കോണമി ഉണ്ട്. നിങ്ങൾ ദേശീയ വരുമാനം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടാ? ഈ പറയുന്ന ദേശീയ വരുമാനം എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ തന്നെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടാ? ഇക്കോണമി അല്ലേ? ആഡം സ്മിത്ത്, കെയ്ൻസ് എന്നൊക്കെ പറഞ്ഞ് അവിടെയും പഠിക്കുന്നില്ലേ? കാൾ മാർക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിക്കുന്നില്ലേ? അതൊക്കെ എക്കണോമിയിൽ വരുന്നതല്ലേ കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും മതി. കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുന്നു. ഇവിടെ LP-UPക്കാർക്ക് വേണ്ടിയിട്ടാണ് ഡെയിലി സൗജന്യമായിട്ട് പ്ലസിലുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രാത്രി 8 മണി മുതൽ 8:20 വരെ ഒരു ദിവസം ടെസ്റ്റ് സീരീസ്. 8 മണി മുതൽ 8:20 വരെ താല്പര്യമുള്ളവർക്ക് എല്ലാം എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എൻറോൾ ചെയ്തിട്ടില്ലേ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എൻറോൾ ചെയ്തില്ലേ? അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ ലിങ്ക് തന്നെയാണ്, അതിൽ എൻറോൾ ചെയ്താൽ മതി. അത് എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ടെസ്റ്റ് സീരീസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസം 20 ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് സ്വയം പരിശീലിക്കാം. ഫ്രീ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. LP-UPക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം സൈക്കോളജി, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് ഇതെല്ലാം അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യാം, അത് അവിടെ നിങ്ങൾക്ക് നോക്കാം. LP-UPക്കാർക്കുള്ള ക്രാഷ് കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ പ്ലസിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 25-ാം തീയതി ഗുരു എന്ന് പറയുന്ന പേരിൽ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് അവിടെ പഠിക്കാവുന്നതാണ്. 2 ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് ഗുരു എന്നുള്ള പേരിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. 75 ദിവസത്തേക്കുള്ള ക്രാഷ് കോഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ തീർക്കുന്ന കോഴ്സ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് റഫറൽ കോഡ് ചോദിക്കുന്ന സമയത്ത് മൻസൂർ ലൈവ് എന്നുള്ള റഫറൽ കോഡ് കൊടുക്കാം. 10% നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, ആ അടയ്ക്കേണ്ട തുകയിൽ നിന്നൊരു 10% അവിടെ ഡിസ്കൗണ്ട് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് PDF നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കേൾക്കാൻ പറ്റാത്ത ക്ലാസ്സുകളുടെ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഇപ്പൊ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.